എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഏതാണ്ട് 21 കുട്ടികളെ അവരുടെ ജീവൻ കലാപുരിക്ക് അയച്ച് അതുമായി ബന്ധപ്പെട്ട് മനം തൊന്ന് അവരുടെ സഹപാഠികളിലും ഒക്കെ ചേർന്ന് പലവട്ടം ഗവൺമെൻറ്റിനെ സമീപിച്ച് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടതിൻ്റെ കാരണങ്ങളും ഇനി അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള നിവാരണ മാർഗങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല. ഈവൻ കോടതിയിൽ വരെ ചെത്തിയപ്പോൾ അവർക്ക് വിചാരിച്ച ജസ്റ്റിസും കിട്ടിയില്ല. വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോഴും ഒരു സമാശ്വാസമായ യാതൊരു കാര്യങ്ങളും അവർക്ക് ലഭിച്ചില്ല. അവസാനം അവർ അവരുടേതായ ഒരു ആശയത്തിലൂടെ, അവരുടെ ഒരു കൂട്ടായ്മയിലൂടെ ഒരു സംവിധാനം രൂപപ്പെടുത്തി, ഒരു കൂട്ടായ്മ, അതിനെ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളൊരു പേരും കൊടുത്തു. ചെറിയ രീതിയിൽ രൂപം കൊടുത്ത് അതിപ്പോൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വളർന്നു വലുതായി. ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്ന പ്രതിഷേധം നാം ഒട്ടും പ്രതീക്ഷിച്ച രീതിയിലല്ലായിരുന്നു. വലിയ രീതിയിൽ അവർക്ക് പ്രതിഷേധം നടത്തേണ്ടി വന്നു. അതിലൂടെ അവർക്ക് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. ദിവസങ്ങളായി അവർ സത്യാഗ്രഹവും മറ്റുമായി മുമ്പോട്ട് പോയെങ്കിലും ഇതുവരെയായും യാതൊരു ഫലവത്തായ കാര്യങ്ങളും അവർക്ക് ലഭിച്ചില്ല. ഗുജറാത്തിൽ നിന്നും വന്ന 2 ഭായിമാർ ഇപ്പോൾ ഡൽഹിയിലിരുന്നു ഭരണം നടത്തിയാണ്. പക്ഷെ അവർ ഗുജറാത്തിൽ എങ്ങനെയാണ് ഭരണം നടത്തിയത്, അവിടെ എന്തൊക്കെ കാണിച്ചെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്റ്റേറ്റാണ്. അത്രയുണ്ട്. എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരല്ല. ഒട്ടനവധി പേർ, കുറച്ച് പേർ വിദ്യാസമ്പന്നരാണെങ്കിലും ഒട്ടധികം പേരും ലേബർ ക്ലാസ്സിലുള്ള വിദ്യാഭ്യാസമില്ലാത്തവരുമാണ്. അവിടെ ഭരിക്കാനും അവിടെ എന്ത് തോന്നിയാസത്തരം കാണിക്കാനും കുറച്ച് എളുപ്പമുള്ളൊരു സ്റ്റേറ്റ്സാണ്. അവിടെ അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസുമായി ഡൽഹിയിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഇപ്പോൾ ഇന്ത്യയെ ഭരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ എന്നുള്ളൊരു വലിയ രാജ്യമാണ്. ഇവിടുത്തെ സംസ്കാരം പല വിഭിന്ന ഭാഷകളാണ്, വിഭിന്ന സംസാരങ്ങളാണ്. ഇതൊക്കെ ഇവർക്ക് മറന്നുപോയിരിക്കുന്നു. അപ്പോൾ ഇവർ തന്നെ അവിടെ നിന്ന് വന്നത് തന്നെ ഈ സൂറത്തിൽ നിന്നും കുറേ ഡയമണ്ട് മർച്ചന്മാരെല്ലാം കുറേ സ്വർണം പിടിപ്പിച്ച കോട്ടുമായി വന്ന് ഇവിടെ സത്യപ്രതിജ്ഞ നടത്തി. അവർക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഒരു ഡമ്മി ഗവൺമെൻറ്റായിപ്പോയി നമ്മുടെ 2 പ്രധാന പദം അലങ്കരിക്കുന്ന പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും. നാണക്കേടാണ്. കൂടുതൽ അതിലേക്കൊന്നും കടക്കുന്നില്ല. സമാധാനപരമായി അവർ സമരം തുടങ്ങി. അവരെ പുറത്തുള്ള ഗുണ്ടകൾ ഇവരെ അടിച്ചമർത്താൻ വേണ്ടി നല്ല രീതിയിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി. അവസാനം സ്റ്റുഡൻസിൻ്റെ പേരിൽ സ്റ്റുഡൻസാണ് ആക്രമിച്ചെന്നുള്ളത് വരുത്തി തീർക്കുകയും ചെയ്തു. സാധാരണ പാകിസ്ഥാനിൽ ഏത് ചാവേർ മരിച്ചാലും പാകിസ്ഥാനികൾ പറയും ഇത് ഇന്ത്യൻസാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരങ്ങളെല്ലാം ജപ്പാനും ബംഗ്ലാദേശും ബേക്കപ്പ് ചെയ്ത് അവരുടെ ബേക്കിങ്ങിൽ കൊണ്ടാണ് ഇവർ ഇത്രയും വലിയ സമരം നടത്തുന്നത്. ഇത് വെറും ബാലിശമായ ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എന്തായിരുന്നാലും ഇവർ ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച്
ഡൽഹിയിൽ സമരം നടത്തുമ്പോൾ അവരെ വിളിച്ച് സമാധാനപരമായി അവരുടെ ആവശ്യം എന്താണെന്ന് അറിയാൻ വിദ്യാഭ്യാസ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇതുവരെയും തുനിഞ്ഞിട്ടില്ല. സമരം ചർച്ചയാക്കാം, അല്ലെങ്കിൽ അവർ കരുതിയിരിക്കാം ഇത് ചെറിയൊരു കൂട്ടമാണ്, ഇവർ എന്ത് ചെയ്യാൻ പറ്റും. അതായത് ഇന്ത്യയിൽ ഉള്ള വിദ്യാർത്ഥികളെക്കുറിച്ചോ ഇന്ത്യൻ ജനതയെക്കുറിച്ചോ വിശാലമായി ചിന്തിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഇവർക്ക് സാധിച്ചില്ല. ഇവർ ചെയ്യുന്നത് ഇതൊക്കെ കോപ്പറേറ്റീവ് കമ്പനികൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടിയാണ് ഇവിടെ ഭരണം നടക്കുന്നത്. അല്ലാതെ പാവം പിടിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഒന്നുമല്ല. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇനിയും ഈ വിദ്യാർത്ഥികളെ വിളിച്ച് അവരുമായി സൗമ്യമായ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തി ന്യായമായ രീതിയിൽ വേണ്ടത് അവർക്ക് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഫാസ്റ്റ് കോടതി കൊണ്ടുവന്ന് ഇപ്പോൾ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു അർത്ഥമില്ല. ഒരു പ്രധാനമന്ത്രിയാകുമ്പോൾ അതിനുള്ള കഴിവ് വേണം. അദ്ദേഹത്തിന് സ്നേഹം എന്താണെന്നറിയാം. അവർക്ക് കുഞ്ഞുങ്ങളില്ല, ഭാര്യയില്ല, ആരുമില്ല, തനിച്ച് അദ്ദേഹം സെൽഫായിട്ട് വന്നവരാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ വേദന അറിയൂ, മക്കളുടെ വേദന അറിയൂ, പിതാവിൻ്റെ വേദന അറിയൂ. ഇതൊന്നും ഇല്ലാത്തൊരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. സോ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. രണ്ടാമത്, ഇതെല്ലാം അദ്ദേഹം ഭരിക്കുന്ന അദ്ദേഹം മാത്രമാണ്. അദ്ദേഹം കൂടെ കൂട്ടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അമിത്ഷായുണ്ട്. ഇവർ രണ്ടുപേരാണ്. ഇവർ ഗുജറാത്തിലും ഇവർ തന്നെയാണ് ഭരണം നടത്തിയത്, ഇന്ത്യയിൽ ഇപ്പോൾ ഇവർ തന്നെയാണ് ഭരണം നടത്തുന്നത്. പിന്നെ പാർട്ടി BJP പാർട്ടി എന്തായാലും നല്ല ആൾക്കാരുണ്ട്, വലിയ ആൾക്കാർ, പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരൊന്നും ഒരിക്കലും ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന വേദനകളോ ബുദ്ധിമുട്ടുകളോ അവർക്കൂടി ഉണ്ടായിട്ടില്ല. അവരിൽ നിന്നും പല നല്ല കാര്യങ്ങളായി ഉണ്ടായത്. എന്തായിരുന്നാലും വീണ്ടും ഈ പ്രധാനമന്ത്രിയോട് പറയുന്നു, നിങ്ങൾ സാധിച്ചാൽ എത്രയും വേഗം ഈ സ്റ്റുഡൻസിനെ വിളിക്കുക, റെപ്രസെൻറ്റേറ്റീവ് ഇരിക്കുക. ഇതിനെ രാഷ്ട്രീയമായി കാണരുത്. കോൺഗ്രസ്സോ മറ്റോ പാർട്ടിയോ എന്താ പറയുക, പ്രതിപക്ഷമോ അവർ സപ്പോർട്ട് ചെയ്തെങ്കിൽ അത് ഓക്കെ, അത് അവരുടെ ഇഷ്ടം. ബട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി നിങ്ങൾ ചെയ്യുക. കഴിവതും ഈ സമയം കളയാതെ ഇത് ഒരു രാഷ്ട്രീയമായി മറ്റുള്ളവർ നല്ല രീതിയിൽ അത് കാണുന്നതിന് വേണ്ടി നിങ്ങളാണ് പ്രവർത്തിക്കേണ്ടത്. ഏറ്റവും ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയാണ്. നിങ്ങൾ എപ്പോഴും വായടച്ച് ഇങ്ങനെ ഒരു മൗനിയെപ്പോലെ ഇരിക്കരുത്. നിങ്ങൾ ചെയ്യുന്നത് പലതും പല തകരാറ്. നിങ്ങൾ മുനിയെന്ന് പറയും, നിങ്ങൾ മഹർഷിയാന്ന് പറയുന്നു, നിങ്ങൾ രാജഗുരു എന്ന് പറയുന്നു, അല്ലെ ലോകഗുരു എന്ന്, ഇങ്ങനെയൊക്കെ പലപ്പോഴും നിങ്ങൾ രാമൻ്റെ പേരും പറഞ്ഞ് അമ്പലങ്ങളും ഉണ്ടാക്കി അവിടെ ഒരു കൊള്ള സംഘത്തെ അവിടെ രൂപീകരിച്ച പാവം പിടിച്ച ദൈവവിശ്വാസികളായിട്ട് അവിടെ വന്ന് അവരിട്ട പാവം അവരർപ്പിച്ച വേതനത്തിൻ്റെ ഒരു ഭാഗം അവിടെ അമ്പലത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് കൊടുത്തപ്പോൾ അത് മോഷ്ടിക്കാൻ വേണ്ടി നല്ലൊരു ഗൂഢസംഖ്യത്തിന് നിയോഗിച്ചും താങ്കൾ തന്നെ. അവരെക്കുറിച്ച് ഒരു അറിവുമില്ല. ഇതൊക്കെയാണ് താങ്കളിൽ നിന്ന് കിട്ടിയ നല്ല നേട്ടങ്ങൾ ഇന്ത്യക്ക്. അതായത് ഭഗവാന്റെ പേരും പറഞ്ഞ് എന്തും നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഭഗവാൻ തിരിച്ചിട്ട് നിങ്ങൾക്കൊരു പണി തരും. അത് തുടങ്ങിയതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് കഴിവതും എത്രയും വേഗം ആ വിദ്യാർത്ഥികളെ നിങ്ങൾ വിളിച്ച് സൗമ്യമായ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തുക, അവർക്കുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കുക. ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ കഴിവുള്ള ആളായിരിക്കണം. വെറും പാർട്ടിയുടെ കഴിവ് മാത്രമല്ല, പാർട്ടി പ്രവർത്തനം കൊണ്ട് ഒരു വിദ്യാഭ്യാസ മേഖല കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് പ്രധാനമന്ത്രിയോടും ഹോം മിനിസ്റ്ററോടും പറയുന്നു, വിദ്യാർത്ഥികളെ ഇങ്ങനെ കൂടുതൽ തെരുവിലിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത്. കഴിവതും എത്രയും വേഗം അവരെ വിളിച്ച് അവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടത് ചെയ്യുക. നല്ലൊരു നാളത്തെ ജനത എന്ന് പറഞ്ഞാൽ, നാളത്തെ നമ്മുടെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വിദ്യാർത്ഥികളാണ്. അവരുടെ ആ ഒരു വീക്ഷണം അതുമെല്ലാം ഈ ലോകത്തിൻ്റെ ടെക്നോളജിക്ക് അനുസൃതമായി അവരും വളരുകയാണ്. അല്ലാതെ 75-80 വയസ്സായ നമുക്കൊന്നും ഇന്നത്തെ ടെക്നോളജിയെക്കുറിച്ച് അറിയാൻ പറ്റിയില്ല. അതറിയാത്തതാണ് ഈ കുഴപ്പങ്ങളുടെ കാര്യവും. അതുകൊണ്ട് ഒരിക്കൽ കൂടി വീണ്ടും പ്രധാനമന്ത്രിയോട് വന്ന് കഴിയുന്നതും അവരെ വിളിക്കുക, നല്ലൊരു രീതിയിൽ അവരായിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. രാജ്യത്തെ
നശിപ്പിച്ച് കളയാതിരിക്കുക, ഇവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാതിരിക്കുക, എപ്പോഴും സമാധാനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക. ശ്രീരാമൻ പറഞ്ഞതും അതുപോലെയാണ്. ശ്രീരാമനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പേരിൽ ആ ഭഗവാനെ ഓർത്തെങ്കിലും നിങ്ങളുടൻ തന്നെ ഇതിനൊരു തീരുമാനം കണ്ടെത്തുക. ഇതിനെ ഗുജറാത്തിൽ നിങ്ങൾ കാട്ടിയ കുട്ടീശ്വരങ്ങൾ ഇവിടെ കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് രാജ്യത്തിനും നിങ്ങൾക്കുമെല്ലാം നല്ലതാണ്, വിദ്യാർത്ഥികൾക്കും. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.